നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ടു കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി കുനിഞ്ഞു നോക്കി ശീലുകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്നു ശീലുകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലുകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കർത്താവായ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതന്മാർ യൂദയ്ക്ക് പണം കൊടുത്ത് അങ്ങനെ യൂദയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് ആണ് പിടിക്കാനും ബന്ധിക്കാനും വിസ്തരിക്കാനും വിധിക്കാനും അവസാനം കുരിശിക്കാനും ഇടയായത്. അതോടുകൂടെ ഏതോ വലിയ കാര്യം അവർ ചെയ്തതുപോലെ, യഹൂദന്മാർക്ക് വലിയൊരു നന്മ ചെയ്തതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളപ്രവാചകനെ കൊല്ലാനിടയായി. അതുകൊണ്ട് ആ കള്ളപ്രവാചകന്റെ ആ കള്ളത്തിന് പിന്നാലെ പോയി ആളുകൾ വഞ്ചിക്കപ്പെടുകയില്ല എന്നൊക്കെ ആയിരിക്കാം അവർ ചിന്തിച്ചത്. യോസേപ്പും, അതായത് മന്ത്രിയായ യോസേപ്പും നിക്കോദിമോസും പീലാത്തോസിനെ സമീപിച്ച് ആ ശരീരം ഞങ്ങളടക്കാം, വിട്ടുതരണം എന്നാവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ പീലാത്തോസ് നൽകി. യോസേപ്പ് തനിക്ക് വേണ്ടി അവിടെ തൊട്ടടുത്ത് വെട്ടിയിരുന്ന കല്ലറയിൽ 50 റാത്തൽ സുഗന്ധവർഗത്തോടുകൂടെ ഒരു രാജാവിനെ അടക്കുന്നത് പോലെ അടക്കാനിടയായി. അവര് ആ കല്ലറയുടെ ആ അടപ്പ് ഒരു വലിയ ഉരുളൻ കല്ലുകൊണ്ട് അടച്ചിട്ടും പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാർ പീലാത്തോസിനെ അറിയിച്ചു, കല്ലറയ്ക്ക് മുദ്ര വെക്കണം, കാവലും ഏർപ്പെടുത്തണം. കാരണം യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനും പീലാത്തോസ് അനുവാദം നൽകി. റോമ ഗവൺമെന്റിന്റെ മുദ്ര ആ കല്ലറയുടെ അടപ്പിന്റെ മേൽ വയ്ക്കുകയും പടയാളികളെ കാവൽ നിർത്തുകയും ചെയ്തു. അത് വെള്ളിയാഴ്ച രാത്രിയിലാണ്. ശനിയാഴ്ച യഹൂദന്മാർക്ക് സ്വസ്ഥതയുള്ള ദിവസമാണ്. 3-ാം ദിവസം ഞായറാഴ്ച. യേശു പറഞ്ഞിരുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യോന കടലാനയുടെ പറ്റി 3 രാവും 3 പകൽ ഇരുന്ന പോലെ മനുഷ്യപുത്രൻ ഇരിക്കേണ്ടതാകുന്നു. ചില ആളുകൾ ചോദിക്കുന്നത്, വെള്ളിയാഴ്ച യേശുവിനെ അടക്കി ഞായറാഴ്ച രാവിലെ ഉയർത്തു, അപ്പോൾ എങ്ങനെ 3 രാവും 3 പകലും ഒക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. യോന കടലാനയുടെ വയറ്റിൽ ഇരുന്ന ആ സമയത്ത് ഭൂമിയുടെ ഒരു വശത്ത് പകലും വേറൊരു വശത്ത് രാത്രിയുമാണ്. അപ്പം 3-ാം ദിവസം എന്ന് പറയുമ്പോൾ 3 രാവും 3 പകലും എന്നുള്ളത് ശരിയാണ്. മണിക്കൂറുകളുടെ കാര്യം പറഞ്ഞിട്ടില്ല. യേശു ഈ കാര്യം ആവർത്തിച്ച് താൻ ഉയർക്കും, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയാം. തൻ്റെ ശരീരമായ മന്ദിരം, ദൈവം വസിക്കുന്ന ദേവാലയമായ തൻ്റെ ശരീരം, അത് നിങ്ങൾ പൊളിച്ചാൽ ഞാൻ 3-ാം ദിവസം അതിനെ വീണ്ടും പണിയാമെന്ന് യേശു പറഞ്ഞത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യമാണ്. പക്ഷേ
യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും അത് വിശ്വസിച്ചിരുന്നില്ല. യഹൂദന്മാർക്ക് പഴയ നിയമത്തിൽ പല പെരുന്നാളുകളുണ്ട്, പ്രത്യേകിച്ച് 7 പെരുന്നാളുണ്ട്. അതിനെല്ലാം ആത്മീക അർത്ഥമുണ്ട്. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. അത് യേശു പെസഹ കുഞ്ഞാടായി മരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ, അതായത് പഴയ പുളിമാവൊന്നും ഇല്ലാതെ യഹൂദ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളോടൊന്നും യാതൊരു പറ്റുമാനവും ഇല്ലാതെ, അല്ലെങ്കിൽ തങ്ങൾ ഉൾപ്പെട്ടു നിന്ന മതങ്ങളുടെ യാതൊരു സ്വാധീനവും ഇല്ലാതെ അതെല്ലാം ഉപേക്ഷിച്ച് നിർമ്മലമായ പുതിയ നിയമ ആരാധന കഴിക്കാനിടയാകണം. അതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാളാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലമായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അതാണ് ആദ്യഫല പെരുന്നാൾ കാണിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതൊക്കെ നിഴലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലും അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. യേശു മരിച്ച 3 പേരെ ഉയർപ്പിച്ച് കാണിച്ചു. എന്നിട്ടും യേശു ഉയർക്കുമെന്നൊരു വിശ്വാസം അവർക്ക് ഇല്ലായിരുന്നു. യേശുവിനെ യഹൂദന്മാർ കൊന്നു. അതിൽ ദുഃഖിതരായിട്ട് അവർ കഴിയുകയാണ് ഉണ്ടായത്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച രാവിലെ മഗ്ദലക്കാരത്തി മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പൂശാൻ, യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് തൈലം പൂശാനായിട്ട് വന്നതാണ്. പക്ഷേ ആ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിഷ്യന്മാരെ അറിയിച്ചു. പത്രോസും യോഹന്നാനും കൂടി ഓടി അവർ കല്ലറയിൽ ഇറങ്ങി നോക്കിയപ്പോൾ യേശുവിനെ ചുറ്റിയിരുന്ന ആ തുണി മാത്രം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റതാണോ, ഈ ശരീരം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ എന്ന് ഒന്നും അവർക്ക് ഒരു ഉറപ്പ് ആയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് താൻ മനുഷ്യവർഗത്തിനു വേണ്ടി യാഗമാകുകയും അത് പിതാവ് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി താൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ യേശുവിൻ്റെ യാഗം, പാപപരിഹാര യാഗം, തന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉള്ള വീണ്ടെടുപ്പിനുള്ള ഏക യാഗമായിരുന്നു. ദൈവം അത് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. വേറൊരു നിലയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ഏതെങ്കിലും പാപം കൊണ്ടല്ല താൻ മരിക്കാനിടയായത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയും. തന്നെ വിശ്വസിക്കുന്ന നമ്മെയും ഇതുപോലെ യേശു ഉയർപ്പിക്കും. അതിനെ യേശു മാതൃക കാണിച്ചിരിക്കുകയാണ്. കർത്താവിനെ കൈക്കൊള്ളവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇഹലോക ജീവിതവും പരലോക ജീവിതവും ധന്യമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.